5 പേരെ ഉണ്ടായിരുന്നു. 5 പേരുണ്ടായിരുന്നു. 2 പേരും പോയി. അതല്ലേ? മൂത്തതും പോയി, ഇളയതും പോയി. ഓ, ഇനി 3 പേര്. ഭാര്യയും പോയി, രണ്ടാമത്തവൻ്റെ ഭാര്യയും പോയി. നല്ല അമ്മ. എന്നാ ചെയ്യണം? എങ്ങനെയൊക്കെയാണെന്നേ സംഭവം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മൾ വിളിച്ചാൽ കിട്ടണം എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ വിധിയായിപ്പോയി. നമ്മൾ ജനിക്കുമ്പോഴേ തന്നെ വിധി എഴുതി. അത് ഇനിയിപ്പം ഒരു മാറ്റമില്ല അതിന്. അതെന്ത് ചെയ്യാൻ പറ്റും? അതാണ് ഇതിൻ്റെ കാര്യം. അപ്പൊ ഇവിടെ സ്ഥലം മേടിച്ച് താമസമായില്ലേ? മോൻ മരിച്ചു പോയി. മോളും മോൾക്ക് 2 പിള്ളേർ, ഒരാണും ഒരു പെണ്ണും. പെണ്ണപ്പം എവിടെ പോയേക്കണേ? ഞാൻ മോൻ്റെ ഒരു മോനുള്ള അവൻ്റെ കല്യാണം നാളായിരുന്നു. അപ്പം നാളെ അങ്ങോട്ട് പാനില്ല. അപ്പം ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാ. അതെയോ? ഞാൻ കൊടുത്തപ്പോൾ വെള്ളിയാഴ്ച തരാമെന്ന് അവള് പറഞ്ഞു. അവള് വിളിച്ചിട്ടെന്ന് പറഞ്ഞാൽ അവള് ഓടി പോന്നേ അവിടുന്ന്. എന്നിട്ട് ഞാൻ ഇതുവരെ കാണാത്താരം ഞാൻ ഇറങ്ങി പോന്ന പരിചയമില്ലാത്ത സ്ഥലമല്ലേ. അത് തന്നെ. ഏതായാലും കാണാൻ പറ്റിയല്ലോ. ഏതായാലും അതിനെ പോകാനൊന്നും ഓർമ്മയൊന്നും ഇല്ലായിരുന്നില്ല. സമയത്തും കണ്ടാ വന്നത്. ഞാൻ എവിടെയും പോകാത്ത ആളായതുകൊണ്ട് ഞാൻ കണ്ടുമില്ല. പിന്നെ മരിച്ചപ്പോഴും അത് വിഷമമൊക്കെ എന്നോട് പറഞ്ഞു. മോളി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എന്തായാലും ചേച്ചിയുടെ അടുത്ത് ഉണ്ടായിരുന്നോ? ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നു. ഒത്തിരി കാലം ഒത്തിരി ചികിത്സകൾ ചെയ്തു. ഒത്തിരി സ്ഥലത്ത് കൊണ്ടുപോവുകയൊക്കെ ചെയ്തു. അത് തന്നെ കൊണ്ടുപോയി. എന്നാ ചെയ്യാനാ? ഒന്നും പറയണ്ട. എനിക്കൊരു ചേച്ചിയുണ്ട്. തൊടുപുഴ എൻ്റെ വീട്. എനിക്കും ചേച്ചിയുണ്ട്. ഞങ്ങൾ 2 പേരേ ഉള്ളൂ. ഒരാങ്ങളെയായിരുന്നു. അത് മരിച്ചു. നിങ്ങൾ പറയുന്ന ഒരു സങ്കടമാണ് എനിക്ക്. കാണാൻ പറ്റിയില്ല. അത് നമ്മൾ സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കാന്നല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? നല്ലതാ പണി. മോളെന്നാ എടുക്കണേ? ഇവള് അക്കൗണ്ടൻ്റായിട്ട് ഇവിടെ ഒരു കമ്പനിയിൽ ജോലി ചെയ്തോണ്ടിരിക്കുക. ഇവിടെ അടുത്താണോ? ആയക്കാട്. നമ്മളിങ്ങോട്ട് തിരിഞ്ഞിങ്ങോട്ട് വരില്ലേ? തീർന്നില്ല പോലും. അതെ, തീർന്നില്ലെന്ന്. എല്ലാം മൊത്തം എടുത്ത് വയ്ക്കാന്ന് പറയാൻ.